നമസ്കാരം. പോഡ് സ്പേസിയുടെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ നമ്മൾ ക്രിസ്മസ് ഒക്കെ അടുത്ത് വന്നു. നമ്മൾ പുതിയൊരു വർഷത്തിലോട്ട് കടക്കുവാണ് അല്ലേ. PSCയുടെ കാര്യങ്ങളൊക്കെ നമ്മൾ കുറേ കാലം പഠിച്ചു, 2 വർഷമോ 3 വർഷമോ ഒക്കെ പഠിച്ചു. എന്നിട്ട് നമ്മൾ പുതിയൊരു വർഷത്തിലോട്ട് കടന്നു പോവുകയാണല്ലേ. പുതിയൊരു വർഷത്തിലോട്ട് കടന്നു പോകുമ്പോഴത്തേക്ക് എന്തൊക്കെ പ്രതീക്ഷകൾ വരാം, നിരാശകളുണ്ടാവാം, എല്ലാ കാര്യങ്ങളും ഉണ്ടാവും. മിക്സ്ഡ് ആയിട്ടുള്ളൊരു റിവ്യൂ ഉള്ളൊരു വർഷമായിട്ട് നമുക്ക് തോന്നാം അല്ലേ. എന്നാലും ഒരുപാട് നല്ല കാര്യങ്ങൾ നമുക്ക് സംഭവിച്ചിട്ടുണ്ടാവും ഈ വർഷത്തിലല്ലേ. നല്ല കാര്യങ്ങളൊന്നും നമ്മൾ മറക്കരുത്. അപ്പോൾ പുതിയ വർഷവും അതുപോലെ തന്നെ ആയിരിക്കും. നല്ല കാര്യങ്ങളും മോശം കാര്യങ്ങളും എല്ലാം ഉള്ളൊരു വർഷമായിരിക്കും. ഒരിക്കലും നെഗറ്റീവ് കാര്യങ്ങൾ മാത്രമാണ് അല്ലെങ്കിൽ പോസിറ്റീവ് കാര്യങ്ങൾ മാത്രമാണ് ഉണ്ടാകുന്നത് എന്നുള്ളൊരു മുൻവിധിയോടുകൂടി ഒരു വർഷത്തെയും സമീപിക്കാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ഓക്കെ, അപ്പോൾ അപ്സ് ആൻഡ് ഡൗൺസ് ഉള്ള ലൈഫിൽ നമ്മളായിട്ട് ക്രിയേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കുറച്ച് കാര്യങ്ങൾ, അതിനെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത് അല്ലേ. നമ്മളിപ്പോൾ PSC ലൈഫിൽ PSC പഠിക്കുന്നവരുടെ, ഗവൺമെൻറ് ജോലിക്ക് വേണ്ടി പഠിക്കുന്നവരുടെ ഏറ്റവും വലിയൊരു പേടി സ്വപ്നമാണ് നെഗറ്റീവ് മാർക്കിംഗ് എന്ന് പറയുന്നത് അല്ലേ. നെഗറ്റീവ് മാർക്ക് എങ്ങനെയാണ് ഇവർക്കൊരു പേടി സ്വപ്നം ആകുന്നത് എന്നുള്ളത് നമുക്ക് നമ്മളൊരു ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചോളം നമുക്ക് ഓൾറെഡി അറിയാം അല്ലേ. നമ്മൾ പഠിക്കുന്നവരാണെങ്കിൽ, കുറച്ച് നല്ലതായിട്ട് പഠിക്കുന്നവരാണെങ്കിൽ നമുക്കറിയാം എങ്ങനെയാണ് ഒരു പേടി സ്വപ്നമാകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു പേടി സ്വപ്നത്തിനെ എങ്ങനെ മറികടക്കാമെന്നുള്ള കുറച്ച് കാര്യങ്ങൾ, കുറച്ച് ടിപ്സ്, കുറച്ച് ട്രിക്സ് അത് നിങ്ങൾക്ക് ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുകയാണ്. അപ്പോൾ എൻ്റെ പേര് വിഷ്ണു എന്നാണ്. അപ്പോൾ പോഡ്സ് അക്കാഡമിയുടെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ ആദ്യം നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ പറയാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നെഗറ്റീവ് മാർക്ക് കുറയ്ക്കാനായിട്ടുള്ളത് അതിന് വേണ്ടിയിട്ടുള്ള ആദ്യത്തെ കാര്യമാണ് കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞ കാര്യം. കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഒരു കാര്യം തുടങ്ങി വെച്ച് കഴിഞ്ഞാൽ അത് എല്ലാ ദിവസവും തുടർന്ന് കൊണ്ടുപോകുക. അതാണ് കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞാൽ. ഇംഗ്ലീഷ് വാക്ക് കണ്ടിട്ട് നമ്മൾ പേടിക്കേണ്ട കാര്യമില്ല, മിക്കവർക്കും അറിയാവുന്നതാണ് കൺസിസ്റ്റൻസി പറഞ്ഞ വാക്കല്ലേ. എന്താ അത്? ഒരു കാര്യം തുടങ്ങുക എന്നുള്ളത് മാത്രമല്ല, തുടർന്ന് കൊണ്ടുപോവുക, അതിൻ്റെ ബലം കിട്ടും വരെ തുടർന്ന് കൊണ്ടുപോകുക എന്നുള്ളതാണ് കൺസിസ്റ്റൻസി. എല്ലാ ദിവസവും പഠിക്കുക, പഠനം നിർത്താതിരിക്കുക, ഇതൊക്കെയാണ് കൺസിസ്റ്റൻസിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എല്ലാ ദിവസവും കുറച്ച് സമയമെങ്കിലും പഠിക്കുക. ഈ കുറച്ച് സമയമാകുന്നത് 10 മിനിറ്റ് ആകാം, 15 മിനിറ്റ് ആകാം, 20 മിനിറ്റ് ആകാം. പക്ഷേ ഏറ്റവും കുറഞ്ഞൊരു 10 മിനിറ്റെങ്കിലും എല്ലാ ദിവസവും പഠിക്കുക. ആരുടെ കല്യാണം ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാലും, എന്ത് ഫംഗ്ഷൻ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ കസിൻ്റെ വെഡിങ് ആണോ അല്ലെങ്കിൽ അടുത്തൊരു ഗൃഹപ്രവേശം, എന്ത് കാര്യമാണെങ്കിലും ഒരു 10 മിനിറ്റ് നിങ്ങൾക്ക് ഒരു ദിവസം എന്തായാലും കണ്ടെത്താൻ പറ്റും. നിങ്ങൾ വീട്ടിലിരിക്കുന്ന ഒരു 10 മിനിറ്റ് ഉണ്ടാവും. ആ ഒരു 10 മിനിറ്റ് നിങ്ങൾ എന്തായാലും പഠിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഫസ്റ്റ് പോയിന്റ് എന്താണ്? കൺസിസ്റ്റൻസി ആണ്. കൺസിസ്റ്റൻസി വേണമെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ വീട്ടിലുണ്ടാവും. ഉദാഹരണം പറയാനാണെങ്കിൽ നമുക്ക് TV ഉണ്ടാകാം, അതേപോലെ ലാപ്ടോപ്പ് ഉണ്ടാകാം, അതേപോലെ ഒരുപാട് കാര്യങ്ങളുണ്ടാകും. നമുക്ക് പ്ലേ സ്റ്റേഷൻ ഉണ്ടാകും. പ്ലേ സ്റ്റേഷനൊക്കെ ഉപയോഗിക്കുന്നവർ നമ്മുടെ കൂട്ടത്തിൽ തന്നെ ഉണ്ടാവും അല്ലേ. ഏജ് ഒരിക്കലും ഒരു ഗെയിം കളിക്കുന്നതിനോ ഒന്നും തടസ്സമല്ല. നമുക്ക് ഇഷ്ടമുള്ള ഗെയിം കളിക്കാം, സിനിമയ്ക്ക് പോകാം, എല്ലാം നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. അതൊന്നും പഠിത്തത്തിന് ഒരു തടസ്സവും ആകത്തില്ല. ഇത് റാങ്ക് 1 ഉള്ളവരും റാങ്ക് 2 ഉള്ളവരും ഒക്കെ ഇതൊക്കെ ചെയ്യുന്നതാണ്. അല്ലാതെ അവരാരും കട്ടബുജികളോ ബുദ്ധിജീവികളോ ഒന്നുമില്ല അല്ലേ. അപ്പോൾ എന്താണ്, എല്ലാ ദിവസവും കുറച്ച് നേരം പഠിക്കും. ഇനി ഇഷ്ടത്തിനനുസരിച്ച് പഠിക്കുക, പഠനത്തെ ഇഷ്ടപ്പെടുക, ഇത് പ്രധാനമാണല്ലേ. നമുക്കൊരിക്കലും ഒരു കളിക്കാൻ പോകുന്നതൊരു നല്ല കാര്യവും പഠിക്കുന്നതൊരു മോശം കാര്യവും എന്നുള്ള ചിന്ത വേണ്ട. നമ്മളിപ്പോൾ എന്തെങ്കിലും ക്രിക്കറ്റ് കളിക്കാനായിട്ട് പാടത്ത് പോകുന്നു, അല്ലെങ്കിൽ നമ്മൾ സിനിമയ്ക്ക് പോകുന്നു, ഇതുപോലെയൊക്കെ തന്നെ ഒരു കാര്യമായിട്ട് പഠനത്തെ മാറ്റിയെടുക്കുക. അതിനുവേണ്ടി നമുക്ക് സാധിക്കും. അത് നമ്മൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കുക. അത് പഠനം അതുപോലെ രസകരമായിട്ടുള്ള രീതിയിൽ കൊണ്ടുപോകാൻ നോക്കുക. അത് അത്രയും ഇൻട്രസ്റ്റിംഗ് ആക്കി കൊണ്ടുപോകാൻ നോക്കുക. പഠനം ഓൾറെഡി ഒരു ബോറിംഗ് സാധനമാണ്. അതെങ്ങനെ ഇൻട്രസ്റ്റിംഗ് ആക്കാമെന്നുള്ള കാര്യം നിങ്ങൾ തന്നെ ശ്രദ്ധിച്ച് നിങ്ങൾക്കത് ഇൻട്രസ്റ്റിംഗ് ആക്കി എടുക്കുക. പഠനത്തിൻ്റെ സമയത്ത് മറ്റു കാര്യങ്ങൾ ചെയ്യാതിരിക്കുക. നിങ്ങൾ ക്രിക്കറ്റ് കളിക്കുന്ന ഗ്രൗണ്ടിൽ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ വന്നപ്പോൾ നിങ്ങൾ ബുക്ക് വായിക്കാറില്ലല്ലോ. അതുപോലെ തന്നെ നിങ്ങൾ പഠിക്കുന്നതിൻ്റെ ഇടയിൽ മറ്റു കാര്യങ്ങൾക്ക് പോകത്തില്ല എന്നും നിങ്ങൾക്ക് തന്നെ ഒരു സ്വയം ഉറപ്പ് വരുത്തുക എന്നുള്ളതാണ് നമ്മൾ ഫസ്റ്റ് പോയിന്റ്. കൺസിസ്റ്റൻസി, കൃത്യമായി എല്ലാ ദിവസവും പഠനത്തിന് വേണ്ടി സമയം കണ്ടെത്തുക എന്നുള്ളതാണ്. അടുത്ത പോയിന്റ് നമുക്ക് പറയുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞത്, അറിയാവുന്നത് മാത്രം എഴുതിയാൽ നെഗറ്റീവ് കുറയും, പക്ഷേ റാങ്ക് ലിസ്റ്റിൽ ഉണ്ടാവില്ല എന്നുള്ള കാര്യമാണ്. ഓക്കെ, അപ്പോൾ അറിയാവുന്നത് മാത്രം എഴുതി കഴിഞ്ഞാൽ നെഗറ്റീവ് കുറയും, പക്ഷേ റാങ്ക് ലിസ്റ്റിൽ ഉണ്ടാവില്ല എന്നുള്ള കാര്യം. അത് എന്താണ് ആ പറയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അറിയാവുന്നത് മാത്രം എഴുതിയാൽ എങ്ങനെയാണ് നെഗറ്റീവ് കുറയുന്നത്? അറിയാവുന്നത് മാത്രം എഴുതിയാൽ നെഗറ്റീവ് കുറയും. അറിയാവുന്ന മാത്രം എഴുതിയാൽ തെറ്റത്തില്ലല്ലോ. തെറ്റിയാലും കുറച്ചേ തെറ്റത്തുള്ളൂ. നെഗറ്റീവ് കുറയും അല്ലേ, നെഗറ്റീവ് കുറയും, പക്ഷേ റാങ്ക് ലിസ്റ്റ് ഉണ്ടാവില്ല. എന്താ കാര്യം? 84, 85, 75 ഒക്കെ കട്ട് ഓഫ് വരുന്ന എക്സാമാണ്. നമുക്ക് ചോദ്യപേപ്പറിൽ അറിയാവുന്നത് ചിലപ്പോൾ 65 ആയിരിക്കും അല്ലേ. ഈ 65 എഴുതിയിട്ട് വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് 84 കട്ട് ഓഫ് വരുന്നത്, അല്ലെങ്കിൽ 80 കട്ട് ഓഫ് വരുന്നത്?
എക്സാമിന് എങ്ങനെയാണ് നമ്മൾ റാങ്ക് ലിസ്റ്റ് കയറുന്നത്? 80 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറവൊന്നുമല്ല. 81 യൂണിവേഴ്സിറ്റി LGSൻ്റെ കട്ട് ഓഫ് അല്ലേ. ആ യൂണിവേഴ്സിറ്റി LGSൻ്റെ എക്സാമിന് നമ്മളോട് ഒരാൾ പറയുവാണ്, നമ്മുടെ ഫാമിലിയിലുള്ളവരോ നമ്മുടെ ഫ്രണ്ട്സ് പറയുവാണ് 81 കട്ട് ഓഫ് വരുന്ന എക്സാമിന് 80 എഴുതാവുള്ളൂ പറയുവാണ്. അപ്പോൾ തന്നെ അവിടുത്തെ അപകടം നിങ്ങൾ ചിന്തിക്കുക അല്ലേ. അറിയാവുന്നത് മാത്രം എഴുതിയാൽ നെഗറ്റീവ് കുറയും, പക്ഷേ റാങ്ക് ലിസ്റ്റിൽ ഉണ്ടാവില്ല. അപ്പോൾ നെഗറ്റീവ് കുറയ്ക്കുന്നതിനെ പറ്റിയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ സംസാരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു അനോളജി ആയിട്ട് നമുക്ക് പറയാൻ, അല്ലെങ്കിൽ സിമിലർ ആയിട്ടുള്ളൊരു കാര്യം പറയുകയാണെങ്കിൽ റിസ്ക്കുകൾ എടുക്കുന്നവർക്കേ സക്സസ് ഉണ്ടാവുള്ളൂ അല്ലേ. റിസ്ക് എടുക്കുന്നവർക്ക് മാത്രമേ സക്സസ് ഉണ്ടാവുകയുള്ളൂ. ഉദാഹരണം പറയുകയാണെങ്കിൽ സേവിങ്സ് ഡെപ്പോസിറ്റിൽ റഫ് ഫിഗർ പറയുവാണ് ഞാൻ. അതിനുവേണ്ടി നമ്മൾ പഠിക്കുമല്ലോ, എക്കണോമിക്സ് പഠിക്കുമല്ലോ, അല്ലെങ്കിൽ പറയുവാണ് സേവിങ്സ് ഡെപ്പോസിറ്റിൽ ഒരു 4% പലിശയാണ് റിട്ടേൺ ആയിട്ട് കിട്ടുന്നതെങ്കിൽ ഫിക്സഡ് ഡെപ്പോസിറ്റിലോട്ട് വരുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഒരു 8% വരെ റിട്ടേൺ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് അല്ലേ. മ്യൂച്വൽ ഫണ്ടിലോട്ട് വരുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് 15 to 20% വരെ റിട്ടേൺ കിട്ടുന്ന ഒരുപാട് ഫണ്ടുകളുണ്ട് അല്ലേ. എന്താണ് ഇത് തമ്മിലുള്ള വ്യത്യാസം? സേവിങ്സ് ഡെപ്പോസിറ്റും ഫിക്സഡ് ഡെപ്പോസിറ്റും മ്യൂച്വൽ ഫണ്ട് തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ റിസ്ക് ആണ്. സേവിങ്സ് ഡെപ്പോസിറ്റിൽ നിങ്ങൾക്ക് റിസ്ക് ഇല്ല, പിന്നെ ഫിക്സഡ് ഡെപ്പോസിറ്റിൽ റിസ്ക് ഇല്ല, മ്യൂച്വൽ ഫണ്ടിൽ റിസ്ക് ഉണ്ട് അല്ലേ. അപ്പോൾ റിസ്ക് നിങ്ങൾക്ക് എത്രത്തോളം കൂടുതലാണ് അത്രത്തോളം റിട്ടേൺ നിങ്ങൾക്ക് കൂടുതലായിരിക്കും അല്ലേ. മ്യൂച്വൽ ഫണ്ടിൽ തന്നെ നിങ്ങൾ അതിനെക്കുറിച്ച് പറയാനാണെങ്കിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്, അതിലോട്ട് നമ്മളിപ്പോൾ കടന്നു പോകുന്നില്ല. അപ്പോൾ അതാണ് പറഞ്ഞത്, റിസ്ക് എന്ന് പറഞ്ഞ സാധനം നമുക്ക് എപ്പോഴും എടുക്കേണ്ടി വരുന്നില്ല. റിസ്ക് എന്ന് പറഞ്ഞ സാധനം എടുത്തു പോയാൽ മാത്രമേ നമുക്ക് വിജയത്തിൽ എത്താൻ സാധിക്കുകയുള്ളൂ അല്ലേ. ഒരുപാട് റിസ്ക് എടുക്കേണ്ടി വരും. അപ്പോൾ അതാണ് നമുക്ക് രണ്ടാമത് പറയുന്ന കാര്യം. നമ്മൾ അറിയാവുന്നത് മാത്രം എഴുതി കഴിഞ്ഞാൽ നെഗറ്റീവ് മാർക്ക് കുറയും, പക്ഷേ റാങ്ക് ലിസ്റ്റിൽ ഉണ്ടാവില്ല എന്നുള്ള കാര്യമാണ്. പിന്നെ നമുക്ക് പറയുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രിപ്പറേഷൻ കൂടുതൽ ചെയ്യുന്നവർക്ക് ശരിയായ ചോദ്യങ്ങളുടെ എണ്ണം കൂടുതലായിരിക്കും. പ്രിപ്പറേഷൻ കുറവാണെങ്കിൽ നെഗറ്റീവ് കുറവായിരിക്കും. ഒരു നെഗറ്റീവ് ഇമോജി കാണുന്നുണ്ട്, ഇവിടെ ഒരു പോസിറ്റീവ് ഇമോജി കാണുന്നുണ്ട് അല്ലേ. അപ്പോൾ പ്രിപ്പറേഷൻ കൂടുതൽ ചെയ്യുന്നവർക്ക് ശരിയായ ചോദ്യങ്ങളുടെ എണ്ണം കൂടുതലായിരിക്കും. അത് എന്തുകൊണ്ടാണ്? അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു പരാതി വരുന്നത് അത് തെറ്റാണ്. ഞാൻ നന്നായിട്ട് പഠിച്ചു, LDക്ക് നന്നായിട്ട് പഠിച്ചു, ഞാനാണ് ഏറ്റവും കൂടുതൽ പഠിച്ചത്, കേരളത്തിൽ ഏറ്റവും കൂടുതൽ പഠിച്ചത് ഞാനാണ്, എന്നിട്ട് എനിക്ക് 90 എഴുതിയിട്ട് 35 നെഗറ്റീവ് വന്നു, ഞാൻ ഏറ്റവും നന്നായിട്ട് പഠിച്ചു എന്നിട്ട് എനിക്ക് നെഗറ്റീവ്. അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മുടെ പ്രിപ്പറേഷൻ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എക്സാമിൻ്റെ പെർഫോമൻസും കൂടി ചേർത്താണ് ആ പ്രിപ്പറേഷൻ തീരുന്നത്. എക്സാമിന് നിങ്ങൾ എന്ത് എഴുതുന്നു എന്നുള്ളതും കൂടി ചേർത്തിട്ടാണ് ആ പ്രിപ്പറേഷൻ തീരുന്നത്. അല്ലാതെ ഒരിക്കലും എക്സാമിൻ്റെ തലേദിവസം പ്രിപ്പറേഷൻ തീരുന്നില്ല. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചിന്തിച്ച് നോക്കുക, എക്സാമിൻ്റെ തലേദിവസം പ്രിപ്പറേഷൻ തീരുന്നില്ല. നിങ്ങളുടെ പ്രിപ്പറേഷൻ അല്ലെങ്കിൽ നിങ്ങളുടെ വർക്കായിട്ട് പ്രിപ്പറേഷൻ കരുതുകയാണെങ്കിൽ ആ വർക്ക് തീരുന്നത് എക്സാമിൻ്റെ ആൻസർ ഷീറ്റ് OMR ഷീറ്റ് നിങ്ങൾ 2ആയിട്ട് കീറി തിരിച്ചു കൊടുക്കുമ്പോൾ മാത്രമാണ് ആ വർക്ക് തീരുന്നത്. അതുവരെ പ്രിപ്പറേഷൻ സ്റ്റേജിലാണല്ലേ. ആ ഒരു പ്രിപ്പറേഷൻ നന്നായിട്ട് ചെയ്യുന്നവർക്ക് നെഗറ്റീവ് മാർക്ക് കുറവായിരിക്കും, പോസിറ്റീവ് മാർക്ക് കൂടുതലായിരിക്കും അല്ലേ. പോസിറ്റീവ് മാർക്ക് കൂട്ടുക എന്നുള്ളത് മാത്രമാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. നെഗറ്റീവ് മാർക്ക് കുറയ്ക്കുക എന്നുള്ളത് നമ്മുടെ കൺട്രോളിലല്ല. നെഗറ്റീവ് മാർക്ക് വരുന്നത് നമുക്ക് എവിടെയാണ്? നമ്മൾ ആൻസർ കീ നോക്കുമ്പോഴാണ് നെഗറ്റീവ് മാർക്ക് വരുന്നത് അല്ലേ. ആൻസർ കീ നോക്കുമ്പോഴാണ് നെഗറ്റീവ് മാർക്ക് വരുന്നത്. അത് നമുക്ക് ഒരിക്കലും നമ്മുടെ എക്സാം ഹാളിലിരുന്ന് കുറയ്ക്കാനായിട്ട് പറ്റില്ല. നമുക്ക് ചെയ്യാവുന്ന പോസിറ്റീവ് മാർക്ക് കൂട്ടുക എന്നുള്ള പോസിറ്റീവായിട്ടുള്ള കാര്യം മാത്രമാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് അല്ലേ. പ്രിപ്പറേഷൻ കുറവാണെങ്കിൽ നെഗറ്റീവ് കൂടും. ഉദാഹരണത്തിന് ഒരു 2 ആഴ്ച മാത്രം പഠിച്ചിട്ട് നിങ്ങൾ LD പോലുള്ള ഒരു എക്സാം പോയി എഴുതുവാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് 35, 36, 40 നെഗറ്റീവ്, 40 മുകളിൽ നെഗറ്റീവ് വന്നിട്ടുള്ള ആൾക്കാരെ എനിക്കറിയാം LDക്കൊക്കെ. അപ്പോൾ എന്തുകൊണ്ടാണ്? പ്രിപ്പറേഷൻ കുറവാണ്. അപ്പോൾ പ്രിപ്പറേഷൻ ഞാൻ പറയുവാണ്, നിങ്ങളുടെ പഠനം മാത്രമല്ല പ്രിപ്പറേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ എക്സാമിൻ്റെ പെർഫോമൻസ് ഉൾപ്പെടെ പ്രിപ്പറേഷൻ എന്ന് പറഞ്ഞ സാധനത്തിനകത്ത് വരുത്തിയേ പറ്റുള്ളൂ അല്ലേ. നിങ്ങൾക്ക് ഇതെല്ലാം പുതിയ ഐഡിയാസായിട്ട് തോന്നാം, ഇതെല്ലാം ഓരോ ഐഡിയാസാണ്, നിങ്ങൾക്ക് സ്വീകരിക്കാമോ തള്ളിക്കളയാമോ ഒക്കെ ചെയ്യാവുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അടുത്ത പോയിന്റിലോട്ട് പോകും, അപ്പോൾ നിങ്ങൾക്കത് കൂടുതൽ ക്ലിയർ ആവും. അപ്പോൾ വീക്ക് ടോപ്പിക്സ് എന്താ പറയുന്നത്? വീക്ക് ടോപ്പിക്സ് ഇമ്പ്രൂവ് ചെയ്യണം. ഏറ്റവും കൂടുതൽ അറിയാവുന്ന ടോപ്പിക്സിന് ലെസ് ടൈം, ഏറ്റവും മാർക്ക് പോകുന്ന ടോപ്പിക്സിന് മോർ ടൈം. നിങ്ങൾക്ക് അറിയാവുന്ന ടോപ്പിക്, ഉദാഹരണത്തിന് നിങ്ങളിപ്പോൾ ഒരു സയൻസ് സ്റ്റുഡൻ്റ് ആണ്, BSc കെമിസ്ട്രിയോ BSc ഫിസിക്സോ BSc സുവോളജിയോ ഒക്കെ പഠിച്ച ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ ആ സയൻസ് സബ്ജക്റ്റുകൾ ചിലപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ അറിയായിരിക്കും. നമുക്ക് പറയാൻ പറ്റില്ല. ചിലപ്പോൾ ഒരു സയൻസ് സ്റ്റുഡൻറ്റിൻ്റെ സ്ട്രോങ് സബ്ജക്റ്റ് ചിലപ്പോൾ എക്കണോമിക്സ് ആയിരിക്കും, നമുക്ക് പറയാൻ പറ്റില്ല. നിങ്ങളുടെ സ്ട്രോങ് സബ്ജക്റ്റുകളുണ്ടാവും. ഏറ്റവും കൂടുതൽ അറിയാവുന്ന ടോപ്പിക്കിന് ലെസ് ടൈം കൊടുക്കുക. പ്രിപ്പറേഷൻ്റെ ടൈമിൽ കുറച്ച് സമയം മാത്രം ആ ഒരു ടോപ്പിക്കിന് വേണ്ടി കൊടുക്കുക. നന്നായിട്ട് അറിയാത്ത ടോപ്പിക്കുകളുണ്ടാവും. ഉദാഹരണത്തിന് ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് വീക്ക് ടോപ്പിക്കായിട്ട് വരുന്ന ടോപ്പിക്കുകൾ ഞാൻ പറയാം. ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് വരുന്നതാണ്, എന്നെ വിളിച്ചിട്ടുള്ളവരെയും അതേപോലെ പേഴ്സണലി കോൺടാക്ട് ചെയ്തവരെയും നേരിട്ട് പഠിപ്പിച്ചിട്ടുള്ളവരെയായിട്ട് ഞാൻ പറയുവാണ്. ഇപ്പോൾ SSC പഠിപ്പിച്ചവരെയാണെങ്കിലും PSC പഠിപ്പിച്ചവരാണെങ്കിലും ഞാൻ പറയുവാണ്, അവർക്ക് എല്ലാവർക്കും വീക്ക് ടോപ്പിക്കായിട്ട് വരുന്നൊരു കാര്യമുണ്ട്. ഞാൻ പറഞ്ഞുതരാം. PSCയെ കുറിച്ചാണ് നമ്മളിപ്പോൾ സംസാരിക്കുന്നത്. PSC ആണെങ്കിൽ കറണ്ട് അഫെയർസ് എല്ലാവർക്കും വീക്കായിട്ട് വരുന്ന ടോപ്പിക്കാണ്. ഒരു 99% ആൾക്കാർക്കും വീക്കായിട്ട് വരുന്ന ടോപ്പിക്കാണ്.
അതിന് കൂടുതൽ ടൈം ഓട്ടോമാറ്റിക്കലി കൊടുക്കണം. രണ്ടാമത്തെ കാര്യം, ഈ കലാ, സാഹിത്യം, സാംസ്കാരികം എന്ന് പറഞ്ഞ ടോപ്പിക്ക്, സ്പോർട്സ് എന്ന് പറഞ്ഞ ടോപ്പിക്ക്, കല, സാഹിത്യം, സാംസ്കാരികം, സ്പോർട്സ്, ഈ 4 ടോപ്പിക്കും ഇത് പൊതുവേ ഒരു വീക്ക് ടോപ്പിക്കാണ് എല്ലാ ആൾക്കാർക്കും. ഇത് സ്ട്രോങ് ടോപ്പിക്കായിട്ടുള്ളവർ ഇത് പഠിക്കണ്ട, ഇത് വീക്ക് ടോപ്പിക്കായിട്ടുള്ളവർ അത് പഠിക്കണം. പിന്നെ ചിലവർക്ക് വേൾഡ് ഹിസ്റ്ററി ഒരു വീക്ക് ടോപ്പിക്കായിട്ട് മാറാറുണ്ട് അല്ലേ. വേൾഡ് ഹിസ്റ്ററി വീക്ക് ടോപ്പിക് ആയിട്ടുള്ളവർ, വേൾഡ് ഹിസ്റ്ററി തിരിഞ്ഞു പോകാറുണ്ട് ഒരുപാട്. അപ്പോൾ വേൾഡ് ഹിസ്റ്ററി വീക്ക് ടോപ്പിക് ആയിട്ടുള്ളവർ വേൾഡ് ഹിസ്റ്ററിയിൽ കൂടുതൽ ഫോക്കസ് ചെയ്യുക. ക്ലിയർ ആണല്ലോ. അപ്പോൾ മാർക്ക് പോകുന്ന ടോപ്പിക്കിൽ മോർ ടൈം. എങ്ങനെയാണ് മാർക്ക് പോകുന്ന ടോപ്പിക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നത്? നെഗറ്റീവ് വരുമ്പോൾ എങ്ങനെയാണ് മാർക്ക് പോകുന്ന ടോപ്പിക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നത്? സിമ്പിളാണ്. നിങ്ങൾ തൊഴിൽ വാർത്ത എടുത്തിട്ട് ഒരു 3 ചോദ്യപേപ്പർ ചെയ്ത് നോക്കുക. 3 ചോദ്യപേപ്പർ ചെയ്ത് നോക്കുക. 3 ചോദ്യപേപ്പറിൽ തെറ്റ് വന്ന ചോദ്യങ്ങൾ, ഇപ്പോൾ 25 തെറ്റ് വെച്ച ഒരെണ്ണത്തിൽ വന്നുവെങ്കിൽ ആ തെറ്റ് വന്ന ചോദ്യങ്ങൾ കണ്ടുപിടിക്കുക. അത് ഏത് സിലബസിൽ വരുന്നതാണ്? സയൻസ് ആണോ, ഫിസിക്സ് ആണോ, അതായത് സയൻസ്, അതായത് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ആണോ, അതോ എക്കണോമിക്സ് ആണോ, കറണ്ട് അഫയേഴ്സ് ആണോ എന്ന് ചെക്ക് ചെയ്താൽ മതി. അപ്പോൾ അതിന് തെറ്റ് കൂടുതൽ വരുന്നത് മിക്കവാറും അത് കോയിൻസൈഡ് ചെയ്യും, അല്ലെങ്കിൽ അത് ഒരേ കാര്യത്തിലായിരിക്കും നിങ്ങൾക്ക് തെറ്റ് കൂടുതൽ വരുന്നത്. അത് നിങ്ങൾ എന്ത് ചെയ്യുക? കൂടുതൽ ടൈം ഫോക്കസ് ചെയ്യുക. ക്ലിയർ ആണല്ലോ. അതാണ് നാലാമത്തെ പോയിന്റ്, വീക്ക് ടോപ്പിക്സ് ഇമ്പ്രൂവ് ചെയ്യണം. അടുത്ത 5ാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് മാർക്ക് കൂട്ടുന്നതിന് ഫോക്കസ് ചെയ്യുക. പോസിറ്റീവ് മാർക്ക് കൂട്ടുന്നതിന് ഫോക്കസ് ചെയ്യാനായിട്ടുള്ള ഒരേ ഒരു മാർഗ്ഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ സെലിബ്രേറ്റിംഗ് ഡേ ആണോ, ഇല്ലെങ്കിൽ നമ്മൾ പഠിക്കാൻ വേണ്ടി വെച്ചേക്കുന്ന ഡേ ആണോ ഒന്നൊന്നും നോക്കാതെ നമ്മൾ വർക്ക് ചെയ്യുക എന്നുള്ളതാണ് അല്ലേ. സെലിബ്രേറ്റിംഗ് ഡേ എന്ന് പറഞ്ഞാൽ നമുക്കിനി 2 ഡേയ്സ് വരുന്നുണ്ട്, വേറെ ഒന്നിനു വേണ്ടിയും കളയാൻ പറ്റാത്ത 2 ഡേയ്സ് ഉണ്ട്. അതായത് ക്രിസ്മസ് വരുന്നുണ്ട്, ന്യൂ ഇയർ വരുന്നുണ്ട്. ഈ ദിവസങ്ങളിൽ നമുക്ക് മാക്സിമം എൻജോയ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെക്ലെസ് ആയിട്ടുള്ള എൻജോയിങ് അല്ല, നമുക്ക് ഹാപ്പിനെസ് കിട്ടുന്ന രീതിയിൽ നമുക്ക് എൻജോയ് ചെയ്യേണ്ട 2 ദിവസങ്ങളാണല്ലേ ക്രിസ്മസ്, ന്യൂ ഇയർ നമുക്ക് വരുന്നുണ്ട്. ഈ 2 ദിവസങ്ങൾ, ക്രിസ്മസ് ഈവ് വരുന്നുണ്ട്, ക്രിസ്മസിൻ്റെ തലേ ദിവസം അല്ലേ. ഈ ദിവസങ്ങളിൽ നമുക്ക് എൻജോയ്മെൻറ്റിന് വേണ്ടി മാത്രമുള്ള ദിവസങ്ങളാണ്. ബാക്കിയുള്ള ദിവസങ്ങൾ പിന്നെയും നമുക്ക് 26, 27, 28, 29, 30 ഇതൊക്കെ നമുക്ക് പഠിക്കാൻ വേണ്ടി ഉപയോഗിക്കാം അല്ലേ. ഈച്ച് ഡേ കൗണ്ട്സ്, ഓരോ ദിവസവും ഇമ്പോർട്ടൻ്റ് ആണ് അല്ലേ. ഇതിൻ്റെ ഇടയിൽ 28-ാം തീയതി പ്രിലിംസ് എന്ന് പറഞ്ഞൊരു സാധനം കുറച്ച് പേർക്ക് വരുന്നുണ്ട് അല്ലേ. ഇത് എല്ലാം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ദിവസങ്ങൾ പഠിക്കാൻ വേണ്ടി ഉപയോഗിക്കുക. ജനുവരി 1 മുതൽ പഠിക്കാൻ തുടങ്ങാം. എന്തുകൊണ്ടാണ്? ജനുവരി 1 ജസ്റ്റ് ഒരു കലണ്ടർ ഡേ മാത്രമാണ്, അത് പഠിത്തമായിട്ട് യാതൊരു ബന്ധവുമില്ല. ജനുവരി 1 ഡിസിഷൻസ് എടുക്കുന്നു, ജനുവരി 28, 29 വരെ ആകുമ്പോഴത്തേക്ക് ആ ഡിസിഷൻസ് കളയുന്നു. ന്യൂ ഇയർ റെസൊല്യൂഷൻ എന്നൊക്കെ പറയുന്ന പോലെ ന്യൂ ഇയറിൻ്റെ ഒരു തീരുമാനം എടുത്തിട്ട് അത് കണ്ടിന്യൂ ചെയ്ത് പോകുന്ന 1 മാസത്തിന് മുമ്പ് അതിന് ആ തീരുമാനം മാറ്റുന്നു അല്ലേ. അപ്പോൾ ഇങ്ങനെ ഒരു കാര്യത്തിലോട്ട് പോകാതിരിക്കുക. നിങ്ങൾ എല്ലാ ദിവസവും പഠിച്ചു പോവുക. നമ്മൾ നേരെ ആദ്യത്തെ പോയിന്റ് പറഞ്ഞ പോലെ നമ്മൾ കണ്ടിന്യൂസ് പഠിക്കുക, ഡെയിലി പഠിക്കുക എന്നുള്ളത് തീരുമാനിക്കുക. അത് ഏത് ദിവസമാണെങ്കിലും പഠിക്കാൻ നോക്കുക, കുറേശ്ശെ പഠിക്കുക. അത് ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്തതിലോട്ട് പോകാം നമുക്ക്. ഇപ്പോൾ ഇതൊന്ന് ഈ ഗ്രാഫ് ഒന്ന് ശ്രദ്ധിച്ച് നോക്കി. 84 എണ്ണം ശരി, 12 തെറ്റ്. ഒരാളുടെ കാര്യം പറയുന്നത് കേട്ടോ. 84 എണ്ണം ശരി, 12 തെറ്റ്. നിങ്ങൾക്ക് എത്ര മാർക്കോ? 84 ശരി, 12 തെറ്റ്. 12 തെറ്റിൻ്റെ 4 മാർക്ക് കുറയും. ഒരു തെറ്റിന് 1/3 മാർക്ക്, 0.33 മാർക്ക്. അതായത് 3 തെറ്റിന് 1 മാർക്കാണ് കുറയുന്നത്. അപ്പോൾ 84 എണ്ണം ശരി, 12 തെറ്റാകുമ്പോഴത്തേക്ക് 4 മാർക്ക് കുറയും 84 നിന്ന് അല്ലേ. എത്ര എണ്ണം അറ്റൻഡ് ചെയ്ത്? 96 എഴുതി, 84 ശരി, 12 തെറ്റ്. അപ്പോൾ അയാൾക്ക് കുറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 മാർക്ക് കുറഞ്ഞ് അയാൾക്ക് 80 മാർക്കായി കുറയും, കാരണം നെഗറ്റീവ് മാർക്ക് ഉള്ളതുകൊണ്ട്. പിന്നെ അയാൾ ചെയ്തത് 66, 76, 86, 93 എണ്ണമാണ് പുള്ളി ചെയ്തതെന്ന് വെച്ചോ. 93 എണ്ണം ചെയ്ത് 66 ശരിയും 27 തെറ്റുമാണ് ചെയ്തത് അല്ലേ. ഇങ്ങനെയാണ് വരുന്നതെങ്കിൽ 66 ശരിയുടെ 66 പോസിറ്റീവ് മാർക്ക്, 27 തെറ്റിന് 9 നെഗറ്റീവ് മാർക്ക് അല്ലേ. 3 തെറ്റിനാണ് ഒരു നെഗറ്റീവ് മാർക്ക്. അപ്പോൾ 27 തെറ്റിന് 9 നെഗറ്റീവ് മാർക്ക്. അപ്പോൾ 66 നിന്ന് 27 പോയി കഴിഞ്ഞാൽ 57 മാർക്ക്. ഏകദേശം സിമിലർ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് രണ്ടുപേരും അറ്റൻഡ് ചെയ്തിരിക്കുന്നത്. ഒരാൾ 96 ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്തു, ഒരാൾ 93 ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്തു. പക്ഷേ മാർക്കിൻ്റെ വ്യത്യാസം ചിന്തിച്ച് നോക്കിയേ. ഒരാൾക്ക് 80 മാർക്ക്, ഒരാൾക്ക് 57 മാർക്ക്. ഈ രണ്ടാമത് കാണുന്ന ഈ 66 ശരി എന്ന് പറഞ്ഞ അയാൾ റാങ്ക് ലിസ്റ്റിൻ്റെ പരിസരത്ത് പോലും ഉണ്ടാവില്ല അല്ലേ. അപ്പോൾ അതിൻ്റെ മുകളിൽ കാണുന്ന 84 ശരി എന്ന് പറഞ്ഞ അയാൾ റാങ്ക് ലിസ്റ്റിൽ ടോപ്പ് റാങ്കിലുണ്ടാവാം. അപ്പോൾ ഇവർ തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യത്തെ ആൾ പഠിച്ചിട്ടുമുണ്ട്, അയാളത് അപ്ലൈ ചെയ്തിട്ടുമുണ്ട്, പരീക്ഷ പേപ്പറിൽ അയാളത് എഴുതിയിട്ടുമുണ്ട്. രണ്ടാമത്തെ ആൾ ചിലപ്പോൾ പഠിച്ചിട്ടുണ്ടാകാം, പക്ഷേ പരീക്ഷ പേപ്പറിൽ അമിതമായ ടെൻഷൻ കാരണം, ഇല്ലെങ്കിൽ ആ ക്വസ്റ്റ്യൻ എങ്ങനെ അറ്റൻഡ് ചെയ്യണമെന്നുള്ളൊരു അറിവില്ലായ്മ കാരണം അദ്ദേഹത്തിന് അത് തെറ്റിയിട്ടുണ്ടാവും. ആ ഒരു അറിവ് കൂട്ടുക എന്നുള്ളതാണ് എക്സാം എങ്ങനെ കൂട്ടുക, എക്സാമിന് ആ മാർക്ക് കൂട്ടുക എന്നുള്ളത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചെയ്യേണ്ടത്, നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ഒരുപാട് ചോദ്യപേപ്പറുകൾ ചെയ്ത് നോക്കുക. ഇത് കൂടാതെ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ വിളിക്കുന്ന എക്സാമുകൾക്ക് എല്ലാം പോയി എഴുതി നോക്കുക. ഒരുപാട് ആപ്ലിക്കേഷൻസ് അയച്ചിട്ട് ചുമ്മാ പോയി എഴുതി നോക്കുക. നിങ്ങൾക്ക് ചിലവാകുന്നത് നിങ്ങളുടെ വണ്ടിക്കൂലി മാത്രമാണ് അല്ലേ. നിങ്ങളുടെ വണ്ടിക്കൂലി മാത്രം ചിലവായി നിങ്ങൾ പോയി എഴുതി നോക്കുക. ഈ വണ്ടിക്കൂലി എല്ലാം ഒരു ദിവസം തിരിച്ചു കിട്ടുന്ന ഒരു ദിവസം ഉണ്ടാവും. 100% ഉറപ്പ് ഇതെല്ലാം തിരിച്ചു കിട്ടുന്ന ഒരു ദിവസം ഉണ്ടാവും. നിങ്ങൾ നിർത്തിയില്ലെങ്കിൽ, ഈ പഠനം നിങ്ങൾ തുടർന്ന് പോവുകയാണെങ്കിൽ ഈ ചിലവാക്കുന്ന വണ്ടിക്കൂലി, ഉച്ചയ്ക്ക് ചോറ് കഴിക്കാനുള്ളതോ ഒക്കെ ആ കാശൊക്കെ തിരിച്ചു കിട്ടുന്ന ഒരു ദിവസം ഉറപ്പായിട്ടുണ്ടാവും. നിങ്ങൾ കുറിച്ച് വെച്ചോ. ആ ഒരു ദിവസത്തിന് വേണ്ടി തന്നെയാണ് നിങ്ങളെല്ലാവരും വർക്ക് ചെയ്യുന്നത്. ക്ലിയർ ആണല്ലോ.
അപ്പോൾ ഈ 66 ശരി 27 തെറ്റെന്ന് പറഞ്ഞ ആൾക്ക് 57 മാർക്ക് കിട്ടുന്നു. ഈ ആൾക്ക് ഇത് ഇമ്പ്രൂവ് ചെയ്യണം. ഇയാൾക്ക് ഇത് ഇമ്പ്രൂവ് ചെയ്യണമെന്ന് കിട്ടണമെങ്കിൽ അയാളുടെ കൺസിസ്റ്റൻസി, ആദ്യം പറഞ്ഞ പോയിൻ്റായിട്ടുള്ള കൺസിസ്റ്റൻസി വെച്ചിട്ട് അയാൾ എല്ലാ ദിവസവും പഠിക്കണം. എല്ലാ ദിവസവും പഠിച്ചിട്ട് അയാളുടെ മാർക്കുകൾ കൂട്ടിക്കൊണ്ടുവരിക. അയാളുടെ മാർക്ക് 27 തെറ്റിൽ കൂടുതൽ തെറ്റും വന്നിരിക്കുന്നത് അയാൾക്ക് അറിയാത്ത ടോപ്പിക്കുകളിലായിരിക്കും തെറ്റുകൾ വന്നിട്ടുള്ളത്. ഉദാഹരണത്തിന് കറണ്ട് അഫയേഴ്സ് അല്ലെങ്കിൽ കലാശാസ്ത്രം അല്ലെങ്കിൽ സാഹിത്യം സാംസ്കാരികം പോലുള്ള ടോപ്പിക്കുകളിലായിരിക്കും അയാൾക്ക് കൂടുതൽ തെറ്റുകൾ വന്നിട്ടുള്ളത്. അത് അയാൾക്ക് ഏതാണോ വീക്ക് അതിലായിരിക്കും തെറ്റുകൾ വന്നിട്ടുള്ളത്. അപ്പം ആ ഒരു ടോപ്പിക്ക് അയാൾ ഇമ്പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അയാൾക്ക് ആ 57 മാർക്ക് എന്നുള്ളത് മുകളിൽ പറഞ്ഞ് 80 എന്നുള്ളതിലോട്ട് എത്തിക്കാൻ സാധിക്കും. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ശരിയുടെ എണ്ണം അയാളുടെ കൂടി വരും, തെറ്റിൻ്റെ എണ്ണം കുറഞ്ഞു വരും. ഇത് രണ്ടും സംഭവിക്കും. ഇത് മറ്റൊരു പോയിൻ്റാണ് നെഗറ്റീവ് കുറയ്ക്കുന്നതിൽ. അപ്പോൾ നമുക്ക് മറ്റൊരു കാര്യം നോക്കാം. ഡിലീഷൻ വരുന്ന ചോദ്യങ്ങൾ അറ്റൻഡ് ചെയ്യണമെന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. ഡിലീഷൻ വരുന്ന ചോദ്യങ്ങൾ അറ്റൻഡ് ചെയ്യണം. എന്താണ് ഇതിൻ്റെ ലോജിക്ക്? എന്തായാലും ഡിലീറ്റ് ചെയ്യുമല്ലോ, പിന്നെ എന്തിനാണ് അറ്റൻഡ് ചെയ്യുന്നത്? അപ്പോൾ PSCക്കാർ എല്ലാം ഡിലീറ്റ് ചെയ്യുമെന്ന് യാതൊരു ഉറപ്പും ഇല്ല. ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു തെറ്റുത്തരം വന്നു എന്ന് കരുതിയിട്ട് അത് ഡിലീറ്റ് ചെയ്യണമെന്ന് ഉറപ്പില്ല. തെറ്റുത്തരങ്ങൾ PSC ഉത്തരവായിട്ട് എടുത്ത സീക്വൻസുകൾ ഒരു ഇവൻറ്റുകൾ ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. ഉദാഹരണം പറയാൻ നമ്മുടെ കേരള ബാങ്ക് അസിസ്റ്റൻറ്റ് മാനേജറുടെ എക്സാമിന് ഒരു തെറ്റുത്തരം ശരിയായിട്ട് ഫൈനൽ കീയിൽ എടുത്തു. ഒരു ക്വസ്റ്റ്യൻ്റെ ഉത്തരം അത് തെറ്റായിരുന്നു, അത് പക്ഷേ തെറ്റുത്തരമാണ് ശരിയായിട്ട് എടുത്തത്. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ഡിലീറ്റ് ചെയ്യാമെന്ന് ഉറപ്പില്ല. പക്ഷേ എന്തായാലും ഡിലീറ്റ് ചെയ്യാനാണ് ചാൻസ് കൂടുതലെങ്കിൽ അത് നമ്മൾ അറ്റൻഡ് ചെയ്യണം. അറ്റൻഡ് ചെയ്യുമ്പോഴത്തേക്ക് മാർക്ക് കിട്ടുന്നെങ്കിൽ കിട്ടട്ടെ. അത് നെഗറ്റീവ് ആകാൻ ചാൻസ് കുറവാണ്. അതായത് ഒരു 90% ചാൻസ് അത് ഡിലീറ്റ് ചെയ്യാനാണ് എങ്കിൽ അത് ഉറപ്പായിട്ടും അറ്റൻഡ് ചെയ്യുക. ഓക്കെ, അപ്പോൾ അത് തെറ്റുന്നെങ്കിൽ തെറ്റട്ടെ. തെറ്റാൻ ചാൻസ് 10% മാത്രമാണ്. ബാക്കിയുള്ള 10% മാത്രമാണ് തെറ്റാൻ ചാൻസ്. കാര്യം 90% ഡിലീറ്റ് ചെയ്യാനാണ് ചാൻസ്. ഓക്കെ, ക്ലിയർ ആണല്ലോ. അപ്പോൾ ബാക്കി 10% മാത്രമാണ് അത് തെറ്റാനുള്ള ചാൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0.33 മാർക്ക് അവിടെ പോകുന്നില്ല. 0.033 മാർക്ക് വരെ പോകാൻ ചാൻസ് ഉള്ളൂ, ബൈ ചാൻസ് അല്ലേ. ഒരു ചോദ്യത്തിന് 0.033 മാർക്ക് മാത്രമാണ് പോകാൻ ചാൻസ് ഉള്ളത്. 10-1 ഒരു നെഗറ്റീവ് മാർക്കിന് 10-1 മാത്രം. കാര്യം 90% അത് ഡിലീറ്റ് ചെയ്യാനാണ് ചാൻസ്. അപ്പോൾ അത് നമ്മൾ അറ്റൻഡ് ചെയ്യും. പക്ഷേ അത് ശരിയായാൽ നമുക്കതിന് മാർക്ക് കിട്ടും. ഓക്കെ, ശരിയായാലും മാർക്ക് കിട്ടാൻ ചാൻസ് ഇത് തന്നെയാണ്. പക്ഷേ അതിൻ്റെ 3 ഇരട്ടി ചാൻസ് വരുന്നുണ്ട് ശരിയാകാനായിട്ട്. കാര്യം ശരിയായ മാർക്ക് കിട്ടാനായിട്ട്. കാര്യം ശരിയാകുമ്പോൾ കിട്ടുന്ന മാർക്ക് കൂടുതലാണ്, നമുക്ക് കിട്ടുന്ന റിവാർഡ് കൂടുതലാണ്. അപ്പോൾ നമുക്ക് അടുത്ത കാര്യത്തിലോട്ട് പോകാം. ഇപ്പോൾ ലോജിക്കലി B ഓപ്ഷൻ കറക്റ്റ്, പക്ഷേ പഠിച്ചതനുസരിച്ച് C ഓപ്ഷനാണ് കറക്റ്റ്. അപ്പോൾ ഇതെന്ത് തേങ്ങയാണ് പറയുന്നതെന്ന് നിങ്ങൾക്ക് തോന്നും. അപ്പോൾ എന്താണ്, ലോജിക്കലി B ഓപ്ഷനാണ് കറക്റ്റ്, പക്ഷേ പഠിച്ചതനുസരിച്ച് C ഓപ്ഷനാണ് കറക്റ്റ്. ഇത് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? C കറപ്പിക്കുക. ഇത് നമ്മൾ സിവിൽ സർവീസിലൊക്കെ പറയുന്ന ഒരു ടെക്നിക്കാണ്. സിവിൽ സർവീസ് എക്സാമിനൊക്കെ സാർമാർ പറയുന്ന ഒരു കാര്യമാണ്. അതായത് ലോജിക്കലി B ഓപ്ഷൻ നമ്മൾ നോക്കാൻ നേരത്ത് ഇത് B വരാനാണ് ചാൻസ് കൂടുതൽ അല്ല. ഇത് ചോദ്യം കാണുമ്പോഴത്തേക്ക് B വരാനാണ് ചാൻസ് കൂടുതൽ ലോജിക്ക് അനുസരിച്ച്. അത് ചിലപ്പോൾ നമ്മളെ തെറ്റിക്കാൻ വേണ്ടിയായിരിക്കും ഒരു ട്രിക്കായിട്ട് നോക്കുമ്പോഴത്തേക്ക് അത് B വരാനാണ് ചാൻസ്. പക്ഷേ നമ്മൾ പഠിച്ചത് C ആണ്. നമ്മൾ C പഠിച്ചിട്ടുണ്ട്. തലേ ദിവസം ഒരാഴ്ച മുമ്പൊക്കെ C പഠിച്ചിട്ടുണ്ട്. നമുക്ക് ഉറപ്പുണ്ട് C എഴുതടാ നിങ്ങളുടെ മൈൻഡിലിരുന്ന് ആരോ പറയുന്നുണ്ട്, നീ പഠിച്ചല്ലേ, നീ ധൈര്യമായിട്ട് എഴുതുമെന്ന് പറയുമ്പോഴത്തേക്ക് ആ C കറപ്പിക്കുക. ക്ലിയർ ആണല്ലോ. ഇപ്പോൾ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി മൈൻഡിൽ തോന്നുന്ന കാര്യമുണ്ട്, എക്സാം ഹാളിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങുമ്പോൾ ആ C അല്ല B ആണ് ഉത്തരം വരുന്നതെന്ന്. അതെനിക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷേ ഒരു കാര്യമുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴും വെനെവർ ലോജിക് ആൻഡ് അവർ നോളജ് കോയിൻസൈഡ്സ് അവർ നോളജ് വിൽ ബി മോർ ആക്യുറേറ്റ്. ലോജിക്കും നോളജും കൂടി കോയിൻസൈഡ് ചെയ്യുമ്പോഴത്തേക്ക്, അതായത് എലിമിനേഷൻ വഴി ഒരു ഉത്തരത്തിലോട്ട് എത്തുന്നു, നിങ്ങളുടെ അറിവിലൂടെ ഒരു ഉത്തരത്തിലോട്ട് എത്തുന്നു. അപ്പോൾ കൂടുതലും ശരിയുത്തരമായിട്ട് വരാൻ ചാൻസ് നമ്മുടെ നോളജ് തന്നെ ആയിരിക്കും. അതാണ് നമ്മുടെ 7ാമത്തെ പോയിന്റ്. അടുത്ത പോയിന്റ്, ശരിയുത്തരത്തിന് വലിയ കാര്യമില്ല, PSC ഉത്തരവായി എടുക്കാൻ ചാൻസ് ഉള്ള ഉത്തരവാണ് പ്രധാനം. ഇത് നമ്മുടെ PSCക്ക് മാത്രം ബാധകമായിട്ടുള്ളൊരു പോയിൻ്റാണ്. ശരിയുത്തരം എഴുതരുത് എന്ന് പറഞ്ഞ ഒരു സാറ് ഇല്ലെങ്കിൽ ഒരു അധ്യാപകൻ പറയുകയാണെങ്കിൽ, പറയുവാണ് ശരിയുത്തരമല്ല പ്രധാനം, PSCയുടെ ഉത്തരമാണ് പ്രധാനമെന്ന് പറയേണ്ട ഒരു അവസ്ഥയിലോട്ട് ഒരു അധ്യാപകൻ എത്തുകയാണെങ്കിൽ അതിൽ നിന്ന് നിങ്ങൾക്ക് എന്താണ് മനസ്സിലാവുക? അത്രത്തോളം പരിതാപകരമാണ് PSCയുടെ അവസ്ഥ എന്നുള്ളതാണ്. എങ്കിലും പറഞ്ഞേ പറ്റുള്ളൂ. ശരിയുത്തരത്തിന് വലിയ കാര്യമില്ല, PSC ഉത്തരവായി എടുക്കാൻ ചാൻസുള്ള ഉത്തരവാണ് പ്രധാനം. ഉദാഹരണത്തിന് 550 രൂപ 5 പേർക്ക് വീതിച്ച് നൽകിയാൽ ഒരാൾക്ക് എത്ര രൂപ കിട്ടുമെന്നുള്ള ഒരു ചോദ്യമാണ്. 550 രൂപ 5 പേർക്ക് വീതിച്ച് നൽകിയാൽ നിങ്ങൾക്കിത് 2ാം ക്ലാസ് സ്റ്റുഡൻസിന് വരെ ഇത് ഒരു 2ാം ക്ലാസ് അല്ല ഒരു 3ാം ക്ലാസ് സ്റ്റുഡൻസിന് വരെ ഇത് ഉത്തരം ചെയ്യാൻ പറ്റും. 550 രൂപ 5 പേർക്ക് വീതിച്ച് നൽകിയ ഒരാൾക്ക് 110 രൂപയാണ് കിട്ടുന്നത്. ഇതിൽ ഓപ്ഷൻസ് വന്നേക്കുന്നത് 50, 65, 105, 40 ഇതാണ് ഓപ്ഷൻസ് വന്നേക്കുന്നത്. ഇതിൽ 50, 65, 40 വളരെ കുറവാണ്. 110 ശരി ഉത്തരം. പക്ഷേ 105 ഓപ്ഷനിലുണ്ട്. ഇത് നമ്മുടെ ഇതേപോലത്തെ ഒരു ചോദ്യം നമ്മുടെ LGSന് ചോദിച്ചാണ് കഴിഞ്ഞിടയ്ക്ക്. LGSന് LDക്ക് ചോദിച്ചാണ്. അപ്പോൾ ഇതിൽ നമ്മൾ 105 കറുപ്പിക്കണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാര്യം ഇത് 90% ഡിലീറ്റ് ചെയ്യാനാണ് ചാൻസ്. പക്ഷേ ഇത് ഡിലീറ്റ് ചെയ്തില്ലെങ്കിൽ അവർ 105 ഉത്തരവായിട്ട് എടുക്കും. ഓക്കെ, നമുക്ക് വല്ല പരാതിപ്പെടാൻ പറ്റുമോ? ഇത്രയും വലിയ ഇൻസ്റ്റിറ്റ്യൂഷൻ ആയിട്ടുള്ള PSCനെ നമുക്ക് പരാതിപ്പെടാനോ ഒന്നും പറ്റില്ല. നമ്മൾ ജസ്റ്റ് കാഴ്ചക്കാർ മാത്രമായിട്ട് ഇരിക്കേണ്ട ഒരു അവസ്ഥയാണ്. സംഭവം നമ്മൾ നമ്മുടെ റൈറ്റ്സ് ആണെന്നൊക്കെ നമുക്ക് പറയാമെങ്കിലും നമ്മൾ കാഴ്ചക്കാരാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ.
അപ്പോൾ 105 എന്ന് പറഞ്ഞ ഉത്തരം നമ്മളിവിടെ എടുക്കേണ്ടി വരും. അതാണ് ഡിലീറ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ടെങ്കിൽ 105 എഴുതണം. കാര്യം ഇവർ ഫൈനൽ കീയിൽ ചിലപ്പോൾ 105 എടുക്കാൻ ചാൻസ് ഉണ്ട്. ക്ലിയർ ആണോ? ഇത് എന്താണ് ഈ പറയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ എനിക്കും അറിയില്ല ഇത് എന്തുകൊണ്ടാണ് നമുക്ക് ഈ ഒരു അവസ്ഥ വരുന്നതെന്നുള്ളത് എനിക്കും അറിയില്ല. പക്ഷേ നിങ്ങൾക്കും അറിയാം ഞാൻ ഈ പറഞ്ഞത് ശരിയാണ് എന്നുള്ളത്, അല്ലേ? അപ്പോൾ ഇത് മറ്റൊരു കാര്യമാണ് പറയുന്നത്. അപ്പോൾ നെഗറ്റീവ് മാർക്ക് കുറയ്ക്കാനായിട്ട് ഡിലീഷൻ വരാൻ ചാൻസ് ഉള്ള കാര്യങ്ങൾ നിങ്ങൾ അറ്റൻഡ് ചെയ്യണം എന്നുള്ളതാണ് ഈ ഒരു പോയിന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ 8ാമത്തെ പോയിന്റ് അതായിരുന്നു. 9ാമത്തെ പോയിന്റ് ഞാൻ പറയുന്നത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റാണ്. അറിയാവുന്നത് മറ്റുള്ളവരെ പഠിപ്പിച്ചു കൊടുക്കുക. ഇത് നെഗറ്റീവ് കുറയ്ക്കാനായിട്ട് ഉപകരിക്കുന്ന ഒരു കാര്യമാണ്. ഞാനിപ്പോൾ ഒരു 4 വർഷമായിട്ട് ടീച്ചിങ് ഫീൽഡിൽ ഉള്ള ആളാണ്. അപ്പോൾ ഞാൻ ഫുൾ ടൈം ഒരു ടീച്ചറാണ്. ഓൺലൈൻ ട്യൂഷൻ, ഹോം ട്യൂഷനും അതുപോലെ PSC SSC കാര്യങ്ങളൊക്കെയാണ് പഠിപ്പിക്കുകയാണ് എൻ്റെ ജോലി. അപ്പോൾ എൻട്രൻസ് കോച്ചിങ്ങും പഠിപ്പിക്കുന്നുണ്ട്, നീറ്റ് JEE ക്ലാസ്സുകൾ എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിലെല്ലാം എനിക്ക് മനസ്സിലായിട്ടുള്ള കാര്യം, നമ്മളൊരാളെ പഠിപ്പിക്കുമ്പോഴത്തേക്ക് നമുക്കത് ക്ലിയർ ആവുകയാണ്. ഉറപ്പായിട്ടും നമുക്കത് കൂടുതൽ ബ്രെയിനിലിരിക്കുകയാണ്. നമ്മൾ പഠിപ്പിക്കാൻ കഴിവുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല ഒരു അധ്യാപകൻ്റെ കഴിവുമായിട്ട് അധ്യാപകൻ്റെ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ പഠിപ്പിച്ചത് ആവർത്തിച്ച് വരുമ്പോഴത്തേക്ക് കൂടുതൽ നല്ല അധ്യാപകനാവുകയാണ് ചെയ്യുന്നത്, അല്ലേ? കൂടുതൽ പഠിപ്പിക്കും തോറും കൂടുതൽ നല്ല അധ്യാപകനായിട്ട് മാറുകയാണ് നമ്മൾ ചെയ്യുന്നത്. ഇപ്പം ഞാനിപ്പോൾ ഒരു ബിഗിനർ ആയിരിക്കാം, കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്ക് എനിക്ക് മറ്റുള്ളവരെ കാര്യങ്ങൾ പറഞ്ഞ് പഠിപ്പിക്കാനായിട്ട് കുറച്ചുകൂടി കഴിവുണ്ടാകും. അങ്ങനെ വരാം എന്നാണ് പറയുന്നത്. നമ്മുടെ പ്രാക്ടീസിനനുസരിച്ച് ഇമ്പ്രൂവ് ചെയ്യുന്ന ഒരു സ്കില്ലാണ് ടീച്ചിങ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ മറ്റൊരാളെ പഠിപ്പിച്ചു കൊടുക്കുക. പെട്രോൾ അടിച്ച് അവരുടെ വീടുകളിൽ പോയി പഠിപ്പിച്ചു കൊടുക്കുക. ഞാൻ പോയി പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. PSC പഠിക്കുന്നവരിൽ കൂട്ടുകാരുടെ വീടുകളിൽ പോയി പഠിപ്പിക്കും. വലിയ കാര്യമല്ല, ഒരു അച്ചീവ്മെൻ്റായിട്ട് പറയുമല്ല. നമ്മൾ പെട്രോൾ അടിച്ച് നമ്മുടെ കാശിന് പെട്രോൾ അടിച്ച് നമ്മൾ അവരുടെ വീട്ടിൽ പോയി പഠിപ്പിക്കണം. കാര്യം ഈ പഠിപ്പിച്ചു കൊടുക്കുന്ന കാര്യങ്ങൾ നമ്മൾ ഒരിക്കലും മറക്കില്ല എന്നുള്ളതാണ് പോയിന്റ്. അല്ലാതെ മറ്റു കാര്യങ്ങളല്ല പോയിന്റ്. പഠിപ്പിച്ചു കൊടുക്കുന്ന കാര്യങ്ങൾ നമ്മൾ ഒരിക്കലും മറക്കില്ല. അപ്പോൾ നിങ്ങളുടെ കൂട്ടുകാർക്ക് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും പഠിപ്പിച്ചു കൊടുക്കാം. നിങ്ങൾ കമ്പൈൻ സ്റ്റഡി ആയിട്ട് പഠിപ്പിക്കാം. അവരോട് നിങ്ങളുടെ വീട്ടിലോട്ട് വരാൻ പറയില്ല, നിങ്ങളുടെ വീട്ടിൽ പോയി പഠിപ്പിക്കാം. ഇതൊക്കെ നിങ്ങൾക്ക് ചെയ്യാം. അത് വീട് എത്ര ദൂരെയാണെന്ന് പറഞ്ഞാൽ നിങ്ങൾക്കൊരു 10 കിലോമീറ്റർ അപ്പുറത്താണ് വീട് എങ്കിലും നിങ്ങൾക്ക് പോയി പഠിപ്പിക്കാം. കാര്യം ഇതിൽ നിന്ന് കിട്ടുന്ന റിവാർഡ്സ് എത്രത്തോളം ഹയർ ആണ് ഗവൺമെൻറ് ജോലിയിൽ നിന്ന് കിട്ടുന്ന റിവാർഡ്സ്, അല്ലേ? പിന്നെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, ഗവൺമെൻറ് ജോലി കിട്ടിയെന്ന് കരുതിയിട്ട് ഇത് എല്ലാ കാര്യങ്ങളും നിങ്ങൾ പിന്നീട് അന്നത്തെ ദിവസം തൊട്ട് എല്ലാ കാര്യങ്ങളും തീർന്നു അങ്ങനെയൊന്നുമില്ല. പിന്നെ അടുത്ത പുതിയ പ്രശ്നങ്ങളാണ്. ജോലി ചെയ്യണം, സമയത്ത് രാവിലെ എഴുന്നേൽക്കണം, അവിടെ ചെല്ലണം. നമ്മുടെ 2020 അകത്ത് ദിലീപ് പറയുന്ന പോലെ അവർ പറയുന്ന സമയത്ത് അവിടെ ചെല്ലണം, പഠിക്കണം, ഫീസ് കൊടുക്കണം എന്നൊക്കെ പറഞ്ഞ പോലെ നമ്മളവിടെ വെളുപ്പിന് എണീക്കണം, ചെല്ലണം, വർക്ക് ചെയ്യണം, ട്രാവൽ ചെയ്യണം, ഇതെല്ലാം ചെയ്യണം. അപ്പോൾ ഒരിക്കലും ഗവൺമെൻറ് ജോലി കിട്ടിയെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പ്രശ്നങ്ങളെല്ലാം തീരത്തില്ല. അവിടെ പുതിയ തലവേദനകൾ തുടങ്ങുകയാണ്. പക്ഷേ നിങ്ങളുടെ ലൈഫ് സെറ്റിൽ ആകാൻ കുറച്ചുകൂടി ബെറ്ററാണ് പ്രൈവറ്റ് ജോലിയേക്കാളും എന്നുള്ളൊരു കാര്യമാണ് പറയുന്നത്. അതെല്ലാം നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം, ഞാനത് പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല. അപ്പോൾ ഇതാണ് അറിയാവുന്ന മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക എന്നുള്ളതാണ്. പിന്നെ നിങ്ങൾക്ക് കമ്പൈൻ സ്റ്റഡി ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ഡയറക്റ്റ് കമ്പൈൻ സ്റ്റഡി മാത്രമല്ല, നിങ്ങൾക്ക് കമ്പൈൻ സ്റ്റഡി ചെയ്യാനായിട്ട് ഗൂഗിൾ മീറ്റ്, സൂം പോലെയുള്ള ആപ്പുകൾ യൂസ് ചെയ്യാം. അപ്പോൾ ഇത് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത് എന്നുള്ളത് നിങ്ങൾക്ക് അറിയില്ല എങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ ഞാൻ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ അതിനുവേണ്ടി ചെയ്യാം. അപ്പോൾ ഇത് വെച്ച് നിങ്ങൾക്ക് കമ്പൈൻ സ്റ്റഡിക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഗൂഗിൾ മീറ്റ്, സൂം ഉപയോഗിച്ച് നിങ്ങൾക്ക് കമ്പൈൻ സ്റ്റഡി ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ നെഗറ്റീവ് കുറയ്ക്കുക എന്നുള്ളൊരു പോയിന്റ് ഓഫ് വ്യൂവിൽ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ, ഈ 10 കാര്യങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നെഗറ്റീവ് മാർക്ക് കുറയ്ക്കാം. അപ്പോൾ എപ്പോഴും ഒരു കാര്യം മനസ്സിലാക്കുക, ഐഡിയ എന്ന് പറഞ്ഞൊരു വാക്കുണ്ട്. ഐഡിയ എന്ന് പറഞ്ഞ വാക്ക് ഇറ്റ് ഇസ് ജസ്റ്റ് സ്റ്റിമുലൈ ഇൻ ദ ബ്രെയിനിലൊരു സ്റ്റിമുലസ് മാത്രമാണ് ഐഡിയ എന്ന് പറഞ്ഞത്. അതായത് ബ്രെയിനിലൊരു മെസ്സേജ് പോലത്തെ ഒരു സാധനം മാത്രമാണ് ഐഡിയ എന്ന് പറയുന്നത്. ഐഡിയ ആക്ഷനായിട്ട് മാറുമ്പോൾ മാത്രം, ഐഡിയ എന്ന സാധനം നമ്മൾ പ്രവർത്തിപ്പിക്കുമ്പോൾ മാത്രമാണ് ആ ഐഡിയയ്ക്ക് ഒരു എനർജി വരികയും ആ ഒരു ഐഡിയ കൊണ്ട് പ്രയോജനം ഉണ്ടാകും. ഇപ്പോൾ ഒരു ബിസിനസ് ഐഡിയ നിങ്ങളുടെ മൈൻഡിലുണ്ടെങ്കിൽ അതുകൊണ്ട് കാര്യമൊന്നുമില്ല. നിങ്ങൾ ആ ബിസിനസ് ഐഡിയ ചെയ്ത് നിങ്ങളതിൽ വിജയിക്കുക എന്നൊരു കാര്യത്തിലോട്ട് എത്തുമ്പോൾ മാത്രമാണ് ആ ബിസിനസ് ഐഡിയ നിങ്ങൾക്ക് പണമായിട്ട് മാറുന്നത്. അതുപോലെ തന്നെ ഈ ഒരു ഐഡിയ നിങ്ങൾക്ക് മാർക്കായിട്ട് മാറണമെങ്കിൽ ഈ ഒരു ഐഡിയാസ് എല്ലാം നിങ്ങൾക്ക് പ്രവർത്തിപ്പിച്ചിട്ട് നോക്കുക. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് നെഗറ്റീവ് മാർക്ക് കുറയ്ക്കാനായിട്ട് എന്തെങ്കിലും ട്രിക്കുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ താഴത്ത് കമൻറ്റ് ചെയ്യുക. നെഗറ്റീവ് മാർക്ക് കുറയ്ക്കാൻ നിങ്ങളുടെ അനുഭവത്തിൽ നിങ്ങൾ എങ്ങനെയാണ് നെഗറ്റീവ് മാർക്ക് കുറച്ചത്, നിങ്ങൾക്ക് നേരത്തേക്ക് മാർക്ക് കുറവുണ്ടായിരുന്നിടത്ത് നിങ്ങൾ എങ്ങനെയാണ് നെഗറ്റീവ് മാർക്ക് കുറച്ച് നല്ല പെർഫോമൻസിലോട്ട് എത്തിയത് എന്നുള്ള കാര്യങ്ങൾ കമൻറ്റ് ചെയ്യുക. 2025 എങ്ങനെ ഒരു വർഷമായിട്ടായിരിക്കും നിങ്ങൾ PSCയിൽ പെർഫോം ചെയ്യാൻ പോകുന്നത്, നിങ്ങൾ എത്രത്തോളം തീവ്രമായിട്ട് വർക്ക് ചെയ്യും എന്നുള്ള കാര്യം നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അത് നിങ്ങൾക്ക് മറ്റുള്ളവർക്ക് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ അതെല്ലാം നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോയിൽ പറയാനുള്ളത്. നിങ്ങൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, വീഡിയോ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് ഉറപ്പായിട്ടും കൊടുക്കുക. കാര്യം നമ്മൾ മാത്രം രക്ഷപ്പെടണം എന്നുള്ളൊരു ചിന്തയിൽ ഒരിക്കലും നമ്മൾ ചിന്തിക്കാൻ പാടില്ല. മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ. അപ്പോൾ അടുത്ത വീഡിയോയിലോട്ട് കാണും വരെ നമുക്ക് ബൈ.